ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉക്കാരി ചോറാണ്. ഇത് 3 കിലോ അരി കഴുകി വൃത്തിയാക്കി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താട്ടതാണ്. അതിലേക്ക് വേണ്ടത് 3 ചിക്കനാണത്. 3 ചിക്കൻ എടുത്തിട്ട് നടു പൊളിച്ച് 2 എണ്ണം ആക്കിയതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ് 3 എണ്ണം അരിഞ്ഞത്, ഉള്ളി 4 എണ്ണം അരിഞ്ഞത്, 1 കപ്പ് ഓയിൽ, നല്ല ജീരകം 3 സ്പൂൺ പൊടിച്ചത്, മാഗി കട്ട 2 എണ്ണം, സുർക്ക ആവശ്യത്തിന്, പട്ട, പൂവ്, ഏലക്കായ് ആവശ്യത്തിന്, കുരുമുളക് 3 സ്പൂൺ പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, തക്കാളി 7 അടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കനിൽ പറ്റാനുള്ളതാണത്, മഞ്ഞൾപ്പൊടി 2 സ്പൂണ്, കാശ്മീർ പൗഡർ 3 സ്പൂണ്. ഇത് ലാസ്റ്റ് ചോറൊക്കെ അതിൻ്റെ ശേഷം ഡെക്കറേറ്റ് ചെയ്യാൻ 4 പച്ചമുളക്, മുന്തിരി ഉള്ള മസാലകൾ റെഡിയാക്കണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സുർക്ക, ടൊമാറ്റോ സോസ്, രണ്ട് സ്പൂണ്. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ആക്കണില്ല, മസാലകളും കൂടി. എന്നിട്ട് ഓരോ കോഴിയുടെ പീസ് എടുത്ത് കോഴിൻ്റെ മേലും ഈ മസാല തേച്ച് പിടിപ്പിക്കുക. ഗ്ലൗസ് ഇട്ട് കയ്യിൽ നീറുന്നുള്ള പേടിയിലാണ്. ഞാൻ ഗ്ലൗസ് ഇല്ലാതെ കുക്ക് ചെയ്യരുത്. ഇത് കോഴിൻ്റെ മസാല കയ്യിൽ തട്ടി നേർന്ന് വിചാരിച്ചാൽ ഗ്ലൗസ് കഴിയാക്കിയിട്ടുള്ളത്. ഇതേപോലെ എല്ലാ ചിക്കനും എടുത്ത് മസാല തേച്ച് പിടിപ്പിക്കുക. ഇതെല്ലാം മസാല തേച്ച് റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട ഇറച്ചി വാട്ടാനുള്ള ചെമ്പ് വെക്ക്. അപ്പോൾ ചിക്കനും ചോറുണ്ടാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. ഓയിൽ ചൂടായിട്ടുള്ളതിലേക്ക് പട്ടി പോവും, ഏലക്കായി എല്ലാം ഉണ്ട്. ഉള്ളിടാൻ പോവാണ്. ഇത് കുറച്ച് ഇളക്കിയിട്ട് കുറച്ച് ബ്രൗൺ കളർ ആവണം ഉള്ളി. അതിൻ്റെ ശേഷം വീട്ടിലെ ചേരുവകൾ ചേർക്കാൻ പറ്റുള്ളൂ. ഉള്ളി അങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇടാൻ പോവുകയാണ്. ഇതിന് വെച്ച് ക്യാരറ്റ് കുറച്ച് നേരം നീ കിടന്ന് വഴണ്ട് കിട്ടണം. ഇട്ടിട്ട് കുറച്ച് ഇതായിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ജീരകപ്പൊടി 1 സ്പൂണ്, മല്ലി 1.5 സ്പൂണ്, കുരുമുളകും പൊടി 2 സ്പൂണ്, കുരുമുളക് 2 സ്പൂണ്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുക 1 സ്പൂണ്, മാഗി കട്ട 2 എണ്ണം, നമ്മൾ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിക്കുക. ടൊമാറ്റോ സോസ് 2 സ്പൂണ്,
മസാലകളെല്ലാം ഇളക്കി ചേർന്ന് നല്ല ഇതിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ അതിന് 3/4 പാത്രമാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാത്രം വെള്ളം അതിന് ഒഴിച്ച് കൊടുക്കുന്നത്. അരിൻ്റെ അളവിനനുസരിച്ച് 2 പാത്രം. മസാലകളും വെള്ളങ്ങളും മിക്സ് ചെയ്ത് കുറച്ച് സമയം നമ്മൾ അടച്ച് വെക്കണം. അപ്പോൾ ചോറിൻ്റെ വെള്ളം തളിച്ചു ഇതിലേക്ക് അരി ഇടുകയാണ്. അരിച്ചോറ് തളിച്ച് റെഡിയായി വരുന്നുണ്ട്. വെന്തിട്ടില്ല. കുറച്ച് ഇങ്ങനെ ഇറക്കി കൊടുത്ത് ഇനി ദമ്മിൽ കിടക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് ഇത് കുറച്ച് സമയം അടച്ച് വെക്കാൻ പോവുകയാണ്. ക്യാരറ്റ് ഇങ്ങനെ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. മുന്തിരി ചേർത്ത് കൊടുക്കുക. മുളക് കുറച്ച് പച്ചമല്ലി വിതറി കൊടുക്കണം. ചോണങ്ങ കുരുമുളക് വിതറി കൊടുക്കണം. അങ്ങനെ എല്ലാ ഡെക്കറേഷനും തീർന്നുണ്ട്. ചോറ് അടച്ചു വെക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ചോറ് അടുപ്പിൽ നിന്ന് തുറന്നു നോക്കുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.